Hi guys, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മേക്കപ്പ് കിറ്റ് എസെൻഷ്യൽസ് ഫോർ ബിഗിനേഴ്സ്. സോ ആദ്യത്തെ നമ്മളുടെ എസെൻഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് വാഷ് ആൻഡ് മോയ്സ്ചറൈസിങ് സൊല്യൂഷൻ. ആദ്യം ഈ ഫേസ് വാഷ് ഉപയോഗിച്ച് ഇംപ്യൂരിറ്റീസ് ഒക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം മോയ്സ്ചറൈസ് ചെയ്യണം. ബിക്കോസ് നമ്മൾക്ക് നമ്മുടെ സ്കിൻ എപ്പോഴും വളരെ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ലൊരു ഹൈഡ്രേറ്റിംഗ് മോയ്സ്ചറൈസിങ് സൊല്യൂഷൻ യൂസ് ചെയ്യണം. അടുത്തതായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഒരു നല്ലൊരു പ്രൈമർ ഉപയോഗിച്ച് നമ്മുടെ പോർസ് എല്ലാം ക്ലോസ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ മേക്കപ്പ് അപ്ലൈ ചെയ്യുമ്പോൾ അത് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ആയിട്ടിരിക്കും, ഒരു പെർഫെക്റ്റ് ഫിനിഷ് കിട്ടത്തില്ല. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ലൊരു പ്രൈമർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കമ്പനിയുടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, അതായത് നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടുള്ള പ്രൈമർ വേണം യൂസ് ചെയ്യാൻ. സോ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കൺസീലർ. സോ കൺസീലേഴ്സ് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ്. പക്ഷേ നമ്മൾ എപ്പോഴും നമ്മളുടെ സ്കിൻ ടോണിന് ചേർന്ന കൺസീലർ വേണം യൂസ് ചെയ്യാൻ. ആൻഡ് ഓൾസോ കൺസീലർ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും വളരെ കുറച്ച് പ്രൊഡക്റ്റ് യൂസ് ചെയ്യണം. ബിക്കോസ് നമ്മളുടെ എല്ലാ കറുത്ത പാടുകളൊക്കെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത്. സോ ഒരു ഫൗണ്ടേഷൻ പോലെ അമിതമായി ഉപയോഗിക്കരുത്. സോ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ കൺസീലറിന് ശേഷം ഉപയോഗിക്കേണ്ടത് ഫൗണ്ടേഷനുകൾ നമ്മൾക്ക് ഒരുപാട് ഷെയ്ഡിൽ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. പക്ഷേ നമ്മളെപ്പോഴും നമ്മളുടെ സ്കിന്നിനെ ഏറ്റവും ക്ലോസസ്റ്റ് ഷെയ്ഡായിട്ടുള്ള ഫൗണ്ടേഷൻ വേണം യൂസ് ചെയ്യാൻ. ബിക്കോസ് നമ്മളുടെ കഴുത്തും മുഖവും ഒരിക്കലും വേറെ ഡിഫറെൻറ്റ് കളറായിട്ട് നമ്മൾക്ക് അപ്പിയർ ചെയ്യാൻ പാടില്ല. സോ അതുകൊണ്ട് നിങ്ങൾ എപ്പോൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുമ്പോഴും മേക്ക് ഷുവർ, അതായത് നിങ്ങളുടെ സ്കിൻ ടോണിനോട് ഏറ്റവും കൂടുതൽ യോജിച്ചൊരു കളർ സെലക്ട് ചെയ്യുക. ഇനി അടുത്തതായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ് ഒരു ബ്ലഷ് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂത്ത്ഫുൾ യങ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ എപ്പോഴും നിങ്ങളുടെ സ്കിൻ ടോണിനോട് ചേർന്നിട്ടുള്ള കളർ വേണം നിങ്ങൾ ബ്ലഷ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻ ദ ഷെയ്ഡ്സ് ഓഫ് ബ്രൗൺ, അല്ലെങ്കിൽ റെഡ്, അല്ലെങ്കിൽ പിങ്ക്, നിങ്ങൾക്ക് ഏതാണോ താല്പര്യം ആ ഷെയ്ഡിലുള്ള ബ്ലഷ് യൂസ് ചെയ്യുക. പക്ഷേ യൂസ് ചെയ്യുമ്പോൾ കൺസീലർ പോലെ വളരെ കുറച്ച് യൂസ് ചെയ്യുക. ഇനി നമ്മളുടെ ഫേസ് ബേസ് ഏതാണ്ടൊക്കെ കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ എന്താ യൂസ് ചെയ്യുക? ഐഷാഡോ. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ട് ഒരു ന്യൂഡ് ഐഷാഡോ പാലറ്റ് വളരെ മസ്റ്റാണ്. സോ ഇതുപോലെയാണ് ഏതാണ്ടൊക്കെ ഉണ്ടാവുക. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള ബേസ് കളർ ഉപയോഗിച്ച് കണ്ണിൻ്റെ മേലെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കതൊരു എവ്രിഡേ ലുക്കിന് വേണ്ടി പറ്റും. പിന്നെ അതിൽ കുറച്ചൊക്കെ നിങ്ങൾക്കൊരു ഡ്രമാറ്റിക് കൈയൊക്കെ വേണമെങ്കിൽ ഇതിലുള്ള കളേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സ് ചെയ്യാം. പക്ഷേ ഫോർ സ്റ്റാർട്ടേഴ്സ് നമ്മൾ എന്തായാലും സജസ്റ്റ് ചെയ്യുന്ന ഒരു ന്യൂഡ് ഐഷാഡോ പാലറ്റാണ്. ഐഷാഡോയ്ക്ക് ശേഷം നമ്മൾ നെക്സ്റ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത് ഐലൈനറാണ്. സോ നിങ്ങൾക്കിപ്പോൾ ഐലൈനർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈവൻ വേണമെങ്കിൽ കാജൽ വരെ യൂസ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ചിട്ട്. പക്ഷേ കാജലല്ലേ ഐഷാഡോ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ണിനൊരു നല്ലൊരു ഫിനിഷ് കിട്ടാനുണ്ട്. അത് നിങ്ങൾ എന്താണെങ്കിലും ഒരിക്കലും മറക്കരുത് ഈ സ്റ്റെപ്പ് ആഡ് ചെയ്യാൻ. ബിക്കോസ് അത് മേക്കപ്പിൽ വളരെയധികം ഡിഫറൻസ് വരുത്തുന്നൊരു സ്റ്റെപ്പാണ്. പിന്നെ അതുപോലെ തന്നെ കണ്ണ് കുറച്ച് വലുതായിട്ട് കാണാൻ വേണ്ടിയിട്ടും ഐലൈനറും കാജലും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ കാജലിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്നത് മസ്കാര എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ ഐലാഷ് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മൾക്ക് നമ്മളുടെ ഐലാഷിനൊരു കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ലുക്ക് മസ്കാര യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. കുറച്ചുകൂടെ ഫുള്ള്, കുറച്ചുകൂടെ തിക്ക്. ആൻഡ് ഇത് വളരെ അധികം റേഞ്ചിൽ വരുന്ന ഒരു പ്രൊഡക്റ്റാണ്. സോ നിങ്ങളുടെ ആവശ്യം അനുസരിച്ചിട്ട് നിങ്ങൾ മസ്കാര സെലക്ട് ചെയ്യണം. സോ ഡ്രമാറ്റിക് ആണെങ്കിൽ കുറച്ചുകൂടെ വോള്യൂമിനസ് മസ്കാര യൂസ് ചെയ്യാം. നോർമൽ എവറിഡേ ആണെങ്കിൽ നിങ്ങൾക്കൊരു സാധാരണ മസ്കാര യൂസ് ചെയ്താൽ മതി. ഇനി അടുത്തതായിട്ട് നമ്മൾ മൂവ് ചെയ്യുന്നത് ലിപ്സിലേക്കാണ്. ഒരു റെഡ് ലിപ്സ്റ്റിക് എല്ലാവരുടെയും മേക്കപ്പ് ബാഗിലുള്ള മസ്റ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്. ബിക്കോസ് ഒരു റെഡ് ലിപ്സ്റ്റിക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിൻ്റെ കംപ്ലീറ്റ് ലുക്ക് അങ്ങ് മാറും. ഇൻസ്റ്റൻറ്റ് ഗ്ലോ ആണ്. പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചിട്ട് ഒരു ന്യൂഡ് ലിപ്സ്റ്റിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളിത് എന്തായാലും ക്യാരി ചെയ്യണം. ബിക്കോസ് ഇത് നമുക്ക് എവറിഡേ തൊട്ട് ഒരു അത്യാവശ്യം അവിടെ ഇവിടെയൊക്കെ പോകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾ റെഡ് പ്രിഫർ ചെയ്യാത്ത ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി ന്യൂഡ് ലിപ്സ്റ്റിക് മസ്റ്റായിട്ടും കയ്യിലുണ്ടാവണം. ഇനി അടുത്തതായിട്ട് നമ്മൾ മൂവ് ചെയ്യുന്നത് ബ്രഷസിലേക്കാണ്. സോ നമ്മൾക്കൊരു നല്ല മേക്കപ്പ് ലുക്ക് നല്ല ക്ലീൻ ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ എന്തായാലും നല്ല ബ്രഷസ് യൂസ് ചെയ്യണം. ബിക്കോസ് ഈ ബ്രഷ് യൂസ് ചെയ്യുന്നതും കൈ യൂസ് ചെയ്യുന്നതും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഈവൻ ദോ കൈ യൂസ് ചെയ്യുന്നത് കംഫർട്ടബിൾ ആണെങ്കിലും മെനി ടൈംസ് നമ്മൾ ബ്രഷ് യൂസ് ചെയ്തായൊരു ഫിനിഷ് തന്നെ ഡിഫറെൻ്റ് ആണ്. ആൻഡ് ഈ ബ്രഷിൽ തന്നെ നമ്മൾക്കിപ്പോൾ ഫൗണ്ടേഷനാണ് 2 തരത്തിലുള്ള ബ്രഷ് വരുന്നുണ്ട്. ഇതിലും കൂടുതൽ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ട്. പക്ഷേ ഇതാണ് നമ്മളുടെ ബേസിക് ആയിട്ടുള്ള 2 വെറൈറ്റി.
നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ നിങ്ങൾക്ക് ആ ബ്രഷ് യൂസ് ചെയ്യാം. പക്ഷേ എന്താണെങ്കിലും ബ്രഷ് യൂസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി നമ്മളുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള 2 എസെൻഷ്യൽ ആണ്, അതായത് മേക്കപ്പ് വൈപ്സും ഇയർബഡ്സും. സോ എന്ത് എക്സസ് ആയിട്ടുള്ള പ്രൊഡക്റ്റും റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ഈസി ആയിട്ട് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇയർബഡ്. സോ നിങ്ങളുടെ മേക്കപ്പ് കിറ്റിൽ എന്തായാലും നിങ്ങൾ കുറച്ച് ഇയർബഡ്സ് ക്യാരി ചെയ്യണം. സോ നിങ്ങൾ നല്ലോണം ഫേസ് വാഷ് ഇട്ട് കഴുകുന്നതിന് മുമ്പ് ഒരു നല്ലൊരു മേക്കപ്പ് വൈപ്പ് ഉപയോഗിച്ചിട്ട് എല്ലാ മേക്കപ്പും എടുത്ത് കളയുക. അതിനുശേഷം ഫേസ് വാഷ് ഇട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖം കംപ്ലീറ്റ്ലി മേക്കപ്പ് ഫ്രീ ആയിട്ട് കിട്ടും. സോ ഗൈസ്, ഇതാണ് നമ്മളുടെ 10 മേക്കപ്പ് എസെൻഷ്യൽസ് ഫോർ ബിഗിനേഴ്സ്. സോ ഞങ്ങൾ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇത് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.